രാവിലെ തന്നെ ഞാൻ അര ഗ്ലാസ് ചുവന്ന പരിപ്പെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഇട്ട് വേവിക്കാനായി വെച്ചു. 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി ഇത്തിരി തേങ്ങയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരൽപ്പം ജീരകവും കൂടി ഇട്ട് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ പരിപ്പ് അവിടെ വേകുന്നുണ്ടാവും. വിസിലൊക്കെ വന്നു. അത് വെന്തതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചീരയില, പച്ച ചീരയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കിയതാണ്. അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് വേവിക്കാനായിട്ട് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം. ചീരയൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി അതെടുത്ത് ഒഴിച്ചാൽ മതി. നമ്മളതിലേക്ക് അരപ്പെടുത്ത് ഒഴിക്കുന്നു. അതിനുശേഷം തിള വരാനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂടി വെച്ച് വീണ്ടും വേവിക്കാനായി വെക്കുന്നു. തിള വന്നു. നന്നായി തിളച്ചതിന് ശേഷം നമ്മളത് വാങ്ങി വെക്കുന്നു. അതിലേക്ക് അതിന് മുന്നേ ഉപ്പൊക്കെ നോക്കിയിട്ട്, ഉപ്പ് കൂടുതലാണോ കുറവാണോ നോക്കിയിട്ട് അത് ആഡ് ചെയ്യുക. ഞാനിട്ടത് കുറഞ്ഞു പോയി. കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ കടുകിട്ടതിന് ശേഷം അതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും കൂടി ഇട്ട് കറിയിലേക്ക് ഒഴിച്ച് താളിച്ചു കൊടുക്കുക.